ഹലോ, മിനീസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ചീരത്തോരൻ ഉണ്ടാക്കാം. ഒട്ടും കുഴയാതെ ചീരത്തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. നല്ല റെഡ് കളർ ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഇപ്പോൾ ചില സമയത്ത് ഇത്രയും നല്ല റെഡ് കളറിൽ ചീര കിട്ടാറില്ല. ഇത് കിട്ടിയപ്പോൾ നല്ലൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചീരയുടെ വേരെല്ലാം കളഞ്ഞ ശേഷം നന്നായിട്ട് കഴുകിയെടുത്ത് ഇല നന്നായിട്ട് മുറിച്ചെടുത്ത് വന്നു. ഇനി തോരനുണ്ടാക്കാം. എന്നാൽ തോരനുണ്ടാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിന് തേങ്ങ, സവാള, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. നമുക്ക് ഇതെല്ലാം ഇതിനകത്തേക്ക് ഇട്ടു കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്യുന്ന വിധത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് ചീരത്തോരന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു കടായി അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിൽ കുക്കിംഗ് ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ കുറച്ച് കടുക് അതിനകത്തിട്ട് അത് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം നമുക്ക് മുറിച്ച് വെച്ച് മിക്സ് ചെയ്ത് വെച്ച ചീരയുടെ കൂട്ട് ഇതിലേക്ക് ഇടാം. എല്ലാം കൂടി നന്നായിട്ട് കൂട്ടി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കത് ഒരു മൂടി കൊണ്ട് മൂടി വെച്ച് കുറച്ച് സമയം വേവിക്കാം. നമുക്ക് ഇടയ്ക്ക് മൂടി തുറന്ന് നോക്കി അതെല്ലാം ആവിയിൽ തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ. ആവിയുടെ വെള്ളം ഇങ്ങനെ വീണ് നമുക്ക് വെന്ത് കിട്ടും. നന്നായിട്ട് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മൂടി വെച്ചു തുറന്ന് അങ്ങനെ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. നമുക്ക് ഈ ചീരത്തോരൻ ഒട്ടും കുഴയാതെ കിട്ടണം. ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചു. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കി മൂടി വെച്ച് വേവിക്കാം. ഇത് അധികം കുഴഞ്ഞു പോകരുത് കേട്ടോ. ഇത് കുഴയാതെ ഉള്ള ഒരു ചീരത്തോരൻ്റെ റെസിപ്പിയാണ്. നമ്മളുടെ ചീരത്തോരൻ റെഡിയായി, ഒട്ടും കുഴയാതെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഒട്ടും കുഴയാതെ നമുക്ക് ഈ ചീരത്തോരൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരനാണ്. പണ്ട് ഈ ചീരത്തോരൻ സ്കൂളിൽ കൊണ്ടുപോകാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ടിഫിൻ ബോക്സിൽ ഈ ചീരത്തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല റെഡ് കളറായിരിക്കും. നമ്മൾ വിശന്ന് ടിഫിൻ തുറക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലും കളറും കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തന്നെയായിരുന്നു. ചോറും കൂടി റെഡ് കളറായിട്ടുണ്ട്. അത്രയ്ക്കും നല്ല ടേസ്റ്റായിരുന്നു പണ്ടുള്ള ചീരത്തോരനൊക്കെ. വീട്ടിൽ തന്നെ ഒരു വളം ഇടാതെ ഉണ്ടാക്കുന്ന ചീരത്തോരന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു അല്ലേ. അങ്ങനെ നമ്മളുടെ ചീരത്തോരൻ റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അങ്ങനെ ഒട്ടും കുഴയാതെ നല്ല കറക്റ്റിൽ ചീരത്തോരൻ കിട്ടിയിട്ടുണ്ട്. ഇലയാകുമ്പോൾ അധികം വെന്ത് പോകാൻ പാടില്ല. അധികം വെന്താൽ ഇതിൻ്റെ ടേസ്റ്റേ പോയിപ്പോവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മിനീസ് അടുക്കള സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.